നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും പിടിമുറുക്കാൻ സാധ്യതയുള്ള ഇരുട്ടിന്റെ മഹാശക്തികളെ വചനപാരായണം, ധ്യാനം, പ്രാർത്ഥന തുടങ്ങിയ ദൈവിക ചൈതന്യങ്ങളാൽ അകറ്റി നമ്മുടെ ജീവിതം പ്രകാശമുള്ളതാക്കാം. ദൈവിക പ്രകാശം സ്ഫുരിക്കുന്ന ജീവിതങ്ങളിലേക്ക് വളരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. ആമേൻ. അത് പിന്നെ നമ്മുടെ അച്ഛൻ പൊളിയല്ലേ കീടു. അച്ഛൻ്റെ സംസാരം കേട്ടിരിക്കാൻ തന്നെ നല്ല രസം. വാക്കുകളുടെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഹോ ഫാന്റാസ്റ്റിക്. എടാ പൊളി കിടു, ഫാന്റാസ്റ്റിക്. നീ അച്ഛന്റെ പ്രസംഗം ശ്രദ്ധിച്ചോ? സതീഷ് ബ്രോ മികച്ച ഒരു ആസ്വാദകൻ അഥവാ ചിന്തകൻ വള്ളിപുള്ളി വിടാതെ എല്ലാം ശ്രദ്ധിക്കണമെന്നില്ല. മനോഫലകത്തിൽ വീഴുന്ന ഒരു ചെറിയ സ്പാർക്ക് മതി അവന്റെ ചിന്താമണ്ഡലം ഉണരാൻ. എന്താ ബ്രോ, ഒരു പരവേശവും ഒരു ആക്രാന്തവും? അല്ല, ചെറിയ സ്പാർക്കിൽ കത്തി ജ്വലിക്കുന്ന ചിന്തകനെ നോക്കിയതാ. ലുക്ക് ബ്രോ, ലുക്കി. അച്ഛൻ പ്രസംഗിച്ചപ്പോ മൊബൈൽ ഫോണും തോണ്ടിയിരുന്നത് ഞാൻ കണ്ടു. നല്ല സ്പാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ബ്രോ അത് ഞാൻ റഫറൻസ് വെരിഫൈ ചെയ്തതായിരിക്കും. ആക്കിയതാണല്ലേ. ഹായ് ദീപു ബ്രോ. ഹായ് സതീഷ് ഭായ്. സബീ, അല്ല, രണ്ടാളും എവിടെ പോയിട്ട് വരിക? ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വരുന്നു. എന്താ? മാർക്കറ്റിൽ പോകുമ്പോൾ ബൈബിളും കൊണ്ടാണോ പോകുന്നത്? ഇന്ന് ഞായറാഴ്ച അല്ലടാ സബി, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരികയാണ്. അറിയാൻ മച്ചു, എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. അറിയാമെങ്കിൽ പിന്നെ എന്തിനാടാ കിന്നോരിക്കുന്നത്? ബൈബിൾ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഓ, ദീപു ബ്രോ ഇന്ന് നല്ല ചൂടിലാണല്ലോ. ഏയ്, നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്താടാ ഇങ്ങനെ? പ്രസംഗം നൽകിയ സ്പാർക്കൊക്കെ പോയോ? കേട്ട് കൈയടിച്ച് പോകുന്ന ശീലം നമ്മൾ മാറ്റണം. അതനുസരിക്കുന്നിടത്താണ് തീപ്പൊരി അഗ്നിയാകുന്നത്. ദീപു, സോറി ബ്രോ, ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതല്ലേ. ബൈ. അവന്റെ ഒരു കിന്നാരം. ഇവന്മാരൊക്കെ എന്താ ഇങ്ങനെ? എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നതാ. നിന്റെ ഈ ചൊറിച്ചിലിന് നീ തന്നെ പരിഹാരം കാണണം. അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാ. ഓ, നീ വലിയ മാന്യ. ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. പള്ളിയുടെ അൽത്താര പോലും കണ്ടിട്ടില്ലാത്ത അവൻ എത്ര സൗമ്യമായിട്ടാണ് നമ്മൾ പെരുമാറിയത്. അവന്റെ ഭാഗത്താണ് തെറ്റെന്ന് കരുതി എന്ത് ശാന്തമായിട്ടാണ് ക്ഷമ പറഞ്ഞത്. എടാ, ഇതാണ് എന്നിലും നിന്നിലെ കാണേണ്ട ക്രിസ്തുവിന്റെ ഭാവം. ഓ, എന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. എനിക്ക് ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞാലും ചെയ്താലും ഞാൻ പ്രതികരിക്കും. ഇതാണ് നമ്മുടെ പ്രശ്നം. എൻ്റെ ഇഷ്ടം, എൻ്റെ തോന്നൽ, എൻ്റെ സൗകര്യം, എനിക്ക്, എന്നെ, ഇങ്ങനെയുള്ള സ്വാർത്ഥ ചിന്തകളാണ് നമ്മെ ക്രിസ്തുവിൽ നിന്നും അകറ്റുന്നത്. പവിത്ര ബന്ധങ്ങൾക്ക് പകരം കപട ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നമ്മൾ പള്ളി പോയിട്ടോ പ്രസംഗം കേട്ടിട്ടോ ഒരു പ്രയോജനമില്ല. സതീഷേ, നിന്റെ പ്രസംഗം കഴിഞ്ഞില്ലേ? നീ പറഞ്ഞതിൽ വലിയൊരു തെറ്റുണ്ട് കേട്ടോ. നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തതല്ലേ, വാങ്ങി കൂട്ടിക്കോ. നമ്മളില്ലേ മച്ചു, എന്താണ് നിന്റെ പുതിയ കണ്ടുപിടുത്തം? നീ പറഞ്ഞില്ലേ ഞാൻ പള്ളിയുടെ അൾത്താര പോലും കണ്ടിട്ടില്ലെന്ന്? അത് തെറ്റാണ്. ഓ, അൾത്താര പറഞ്ഞ ശശി മേസ്ത്രിയുടെ ഹെൽപ്പർ ആയിരുന്നിരിക്കും. കുഞ്ഞുനാളിൽ ഞാനും നിങ്ങളുടെ പള്ളിയിൽ വന്നിട്ടുണ്ട്. 10 ദിവസം പാട്ടും ഡാൻസും കഥയും കളിയുമൊക്കെ നടത്തുന്ന സൺഡേ സ്കൂൾ ഉണ്ടല്ലോ, അതിൽ വന്നിട്ടുണ്ട്. അന്ന് കഴിച്ച കുഞ്ഞു പലഹാരങ്ങളുടെ സ്വാദ് അത് ഇന്ന് ഞാൻ മറന്നിട്ടില്ല. ഓ, തീറ്റക്കാരിയൊക്കെ നല്ല ഓർമ്മയാണല്ലോ. സൺഡേ സ്കൂൾ അല്ല, VBS ആ. എന്നെപ്പോലുള്ള പട്ടിണി പാവങ്ങൾക്ക് അന്നത്തെ പലഹാരം എന്നും നല്ല ഓർമ്മകളാണ്. അത്രയും സ്വാദേറിയ ഭക്ഷണം എൻ്റെ കുട്ടിക്കാലത്ത് മറ്റൊരിടത്തു നിന്നും ഞാൻ കഴിച്ചിട്ടില്ല. സബി, അന്നൊന്നല്ല,
ഇന്നും ആ കുഞ്ഞു പലഹാരങ്ങൾ ഞങ്ങൾക്ക് അമൃതം. അതുമാത്രമല്ല, നല്ല സൗഹൃദങ്ങൾ, നല്ല കഥകൾ, നല്ല നല്ല കളികൾ. ഞാനൊക്കെ ദാ ഇങ്ങനെ ചാടാൻ പഠിച്ചതും അവിടെ നിന്നല്ലേ. മതിയടാ, ചാടിയത് മതി. നിന്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും കളിക്കാനൊക്കെ തോന്നുന്നു, ഇല്ലടാ ദീപു? പിന്നല്ലാതെ അതൊക്കെ നല്ല ഓർമ്മകളല്ലേ. പിന്നെ അന്ന് കിട്ടിയ ഒരു കുഞ്ഞു ബൈബിൾ ഉണ്ടല്ലോ, അത് ഞാൻ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു. എല്ലാ ദിവസവും കുറച്ച് ഭാഗങ്ങൾ വായിക്കും. 10-15 വട്ടം മുഴുവനും വായിച്ചു കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും അത് തുടരുന്നു. അതുകൊണ്ടെന്താ, ആരോടെങ്കിലും വല്ല പൊട്ടത്തരവും പറഞ്ഞാൽ ക്ഷമ ചോദിക്കാൻ ഒരു മടിയുമില്ല. ആ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടേ. എന്നോട് ക്ഷമിക്കടാ സബി. ദൈവമേ, ഈ തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നതിന് നന്ദി. കുഞ്ഞു മനസ്സുകളെ എന്നും പ്രചോദിപ്പിക്കുന്ന VBS ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇന്നും തന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. ഞങ്ങൾ സ്വാർത്ഥത വെടിഞ്ഞ് വചനപാതയിൽ നടന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ഇനിയും അങ്ങ് കൃപയരുള്ളണം. പ്രിയമുള്ളവരെ, തിന്മയുടെയും അധാർമികതയുടെയും ഈ അന്ധകാര ഭൂവിൽ നമുക്കും എഴുന്നേൽക്കാം, പ്രകാശിക്കാം ഒരു ചെറുതിരി നാളമായി.